നമുക്കിഷ്ടമുള്ളതുപോലെ എല്ലാം പ്രവർത്തിച്ചിട്ട് എന്തേ ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കാതെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് യേശുവിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചുവടുകൾ വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കാണുവാൻ തുടങ്ങുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ആളുകളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അവർ അവനെ ഓർത്തില്ല, അവർ മറന്നുകളഞ്ഞു എന്നെല്ലാം കാണുവാൻ കഴിയും. കാരണം അത് മാനുഷികമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നാം ഭാരപ്പെടേണ്ടതില്ല. നാം ദൈവത്തോട് കൂടെയാണ് എങ്കിൽ ആരൊക്കെ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. പാനപാത്രവാഹകൻ യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞുവെങ്കിലും ദർശനം കാണിച്ച ദൈവം യോസഫിനെ മറന്നു കളഞ്ഞില്ല. ഇന്ന് നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾ ഒരു നിന്ദാപാത്രമായി തീരുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. മറിച്ച് ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കി നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.